കൃത്രിമമായി രേഖകൾ ചമച്ച ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത 2 പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കേസ്. കണ്ണൂർ മയ്യിൽ പോലീസാണ് കേസെടുത്തത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് കൃത്രിമമായി പാസ്പോർട്ട് നേടിയത് കണ്ടെത്തിയത്. ജനം എക്സ്ക്ലൂസീവ്. പാകിസ്ഥാൻ പൗരയായ ഉമ്മയുടെ പാസ്പോർട്ട് നമ്പറിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും കേരളത്തിലെത്തിയത്. ഇന്ത്യയിൽ താമസിക്കാനായി ലോങ് ടേം വിസയ്ക്കായി ഇവർ അപേക്ഷയും നൽകിയിരുന്നു. അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലിരിക്കുമ്പോഴാണ് കൃത്രിമമായി രേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയത്. ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് 2 പേരിൽ ഒരാൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ആധാർ കാർഡും റേഷൻ കാർഡും ഉൾപ്പെടെ കൃത്രിമമായി സമ്പാദിച്ചതായും സൂചനയുണ്ട്. BNS-ലെ വിവിധ വകുപ്പുകൾ പ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ, പാസ്പോർട്ട് നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇന്ത്യൻ പൗരനല്ലാത്ത വ്യക്തി അവരുടെ ദേശീയതയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് പാസ്പോർട്ട് നേടി, 2025-ലെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് സെക്ഷൻ 22 പ്രകാരം ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനോ താമസിക്കുന്നതിനോ പുറത്തു കടക്കുന്നതിനോ വ്യാജമായി നേടിയ പാസ്പോർട്ട് ഉപയോഗിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം എന്തുകൊണ്ട് പാസ്പോർട്ട് പൗരത്വ രേഖയായി പരിഗണിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് നേടിയാൽ അതെങ്ങനെ പൗരത്വ രേഖയാകുമെന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. ജനം, കണ്ണൂർ.